بسم الله الرحمن الرحيم. عن أبي سعيد الخدري رضي الله عنه قال قال رسول الله صلى الله عليه وسلم لا تقوم الساعة حتى يمر الرجل بقبر الرجل فيقول يا ليتني كنت مكانه. അന്ത്യനാളിൻ്റെ അടയാളങ്ങളെ സംബന്ധിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നത്. ഈ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ലാ തഖൂമു സാഅത്തു, അന്ത്യനാൾ ഉണ്ടാവുകയില്ല, ഹത്താ യമറുർ റജുലു ബി ഖബറി റജുലി, ഒരാള് മറ്റൊരാളുടെ ഖബറിൻ്റെ അരികിലൂടെ ഇങ്ങനെ നടന്നു പോകും. അപ്പോൾ അവൻ പറയും യാ ലൈതനി കുന്തു മക്കാന, ആ ഖബറിൽ കിടക്കുന്നത് ഞാനായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് പറയും. എന്ന് പറഞ്ഞാൽ മരണത്തെ ആഗ്രഹിച്ചു പോകും. ഖബറിൻ്റെ അരികിലൂടെ നടക്കുന്ന ആൾ പറയാണ് ആ ഖബറിൽ കിടക്കുന്നത് ഞാനായിരുന്നെങ്കിൽ. അത്രമാത്രം വലിയ പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ ജീവിതത്തിൽ അന്ത്യനാളാകുമ്പോൾ ഉണ്ടായിത്തീരും. അബ്ദുല്ലാഹി മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു സയഅതി അലൈക്കും സമാനുൻ, നിങ്ങൾക്കൊരു കാലഘട്ടം വരാനുണ്ട്. ലൗ വജദ അഹദുകുമൽ മൗത യുബാഹു, മരണത്തെ വിൽക്കപ്പെടുന്ന ഏതെങ്കിലും സ്ഥലമുണ്ടായിരുന്നെങ്കിൽ ലസ്തറാഹു, അവിടെ പോയി ആ മരണത്തെ വില കൊടുത്തു വാങ്ങുമായിരുന്നു. മരണം ഏതെങ്കിലും കടയിൽ വിൽക്കുകയും അത് വാങ്ങാൻ കിട്ടുകയും ചെയ്യുമായിരുന്നെങ്കിൽ മരണത്തെ വില കൊടുത്തു വാങ്ങി അത് സ്വീകരിക്കുന്ന, അങ്ങനെ പോലും മനുഷ്യൻ മരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടം നിങ്ങൾക്ക് വരാനിരിക്കുന്നു എന്ന് അബ്ദുല്ലാഹി മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു. ഇന്ന് നമുക്കങ്ങനെ കാലഘട്ടമായിട്ടില്ല. നമ്മൾ എവിടെയും ജീവിക്കാൻ വഴിയുണ്ടോ നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കണം. ആയുസ് കൂട്ടിക്കിട്ടാൻ എന്താണ് വഴിയെന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുക നമ്മൾ. കാരണം നമുക്ക് ജീവിതത്തിൽ അത്ര പ്രതിസന്ധികൾ വന്നിട്ടില്ല. പക്ഷെ വലിയ പ്രതിസന്ധികൾ ലോകത്തിന് വരാനിരിക്കുന്നുണ്ട്. ഇപ്പൊ തന്നെ വ്യക്തി ജീവിതത്തിൽ ഫലസ്തീനിലേക്ക് ആളുകൾ അനുഭവിക്കുന്ന ദുരന്തം എന്താണ്? നമുക്കൊന്നും അതിൻ്റെ ഒരു 10,000-ത്തിലൊരു അംശം പോലും നമുക്ക് വന്നിട്ടില്ല. ഭക്ഷണമില്ല, വെള്ളമില്ല, ജീവിക്കാൻ വഴിയില്ല, എന്നാൽ മരിക്കാൻ പറ്റും. ആത്മഹത്യ ചെയ്ത് കുറ്റകരവുമാണ്. വിശ്വാസം പറയുന്നുണ്ട്, നിങ്ങൾ ആരും മരണത്തെ ആഗ്രഹിക്കരുത്. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ വരുമ്പോൾ മരിക്കണേ, മരണത്തെ ആഗ്രഹിക്കാൻ പാടില്ല. മരിപ്പിക്കണേന്ന് പടച്ചവനോട് പ്രാർത്ഥിക്കാനും പാടില്ല. നിവൃത്തിയില്ലാത്തൊരു ഘട്ടത്തിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി നമ്മൾ പഠിപ്പിച്ചത് പടച്ചവനെ അല്ലാഹുമ്മ അഹ്യിനി, ജീവിതം എനിക്ക് ഖൈറാണെങ്കിൽ എന്നെ ജീവിപ്പിക്കണമേ, മരണമാണ് എനിക്ക് ഖൈറെങ്കിൽ മരിപ്പിക്കണേന്ന് മാത്രമേ ഒരു പ്രതിസന്ധി ഘട്ടത്തിലും പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. ഇവിടെയാണ് ഈ ഹദീസ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ രീതിയിൽ വലിയ പ്രതിസന്ധി, രോഗം കൊണ്ട് പ്രയാസപ്പെടുക, മരിക്കുന്നുമില്ല എന്നാൽ നന്നായിട്ട് ജീവിക്കാൻ കഴിയുന്നില്ല, എങ്ങനെയെങ്കിലും ഒന്ന് മരിച്ചു കിട്ടിയാൽ മതി എന്ന് ആഗ്രഹിക്കും. കടബാധ്യതകൾ വന്നിട്ട്, പ്രയാസങ്ങൾ വന്നിട്ട്, പ്രതിസന്ധികൾ വന്നിട്ട് ഇങ്ങനെ വല്ലാതെ കഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടം വ്യക്തി ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമൂഹം ഒന്നടങ്കം അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടം അന്ത്യനാളിന് മുമ്പായിട്ട് ഉണ്ടാകുമെന്നാണ് ഈ ഹദീസിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അല്ലാഹു തആല ഇത്തരം പ്രതിസന്ധികളിൽ നിന്നൊക്കെ നമ്മയും നമ്മുടെ സമൂഹത്തെയും ഉമ്മത്തിലേക്ക് അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈമാൻ സലാമത്താക്കി അല്ലാഹു നമ്മെ എല്ലാവരെയും ദീർഘായുസ്സോടെ ഭരിപ്പിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും.